നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. പ്രീ പ്രൊഡക്ഷനാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രീ പ്രൊഡക്ഷനൊക്കെ തീർത്ത് പടം ഷൂട്ട് ചെയ്യാൻ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് എല്ലാം ടപ്പ് ടപ്പ് പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഷൂട്ടിങ്ങിൽ നിന്ന് കുറച്ച് സെറ്റ് പിക്സും കുറച്ച് ക്യാരക്ടർ ഇമേജസും പിന്നെ നമ്മുടെ ഡൂമിൻ്റെ തന്നെ ലുക്കും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് റിവീൽ ആയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പ്ലോട്ട് സിനോപ്സിസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ലീക്കായിരിക്കുന്ന ഇമേജസൊക്കെ നമ്മുടെ ചാൾസ് ക്സേവിയറിൻ്റെ ആ മാൻഷനിൽ നടക്കുന്ന പോലെയാണുള്ളത്. അതായത് ഫസ്റ്റ് തന്നെ കാണിച്ചിരിക്കുന്ന ലീക്കിൽ നമ്മുടെ മഗ്നീറ്റോയും സൈക്ലോപ്സും അവരുടെ ഷൂട്ടിലുള്ളതുപോലെയാണുള്ളത്. അങ്ങനെ അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെയും. അഫ്കോഴ്സ് ഇത് ചിലപ്പോൾ ആ ഡൂംസ്ഡേയുടെ തന്നെ സ്റ്റാർട്ടിങ് സീൻ, ഐ മീൻ തുടക്കം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഡോക്ടർ ഡൂമിനെ അങ്ങനെ വെറുതെ അങ്ങ് കാണിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഡൂംസ്ഡേയിലായിരിക്കും നമ്മുടെ ഡോക്ടർ ഡൂമിനെ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫിനിറ്റി വാറിലൊക്കെ ഫസ്റ്റ് തോറ് ഹൾക്കിനൊക്കെ അടിച്ചിട്ട് ലോക്കിനെ കൊന്ന് അത്രയ്ക്കൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എൻട്രി ആയിരിക്കും നമ്മുടെ താനോസ് തന്നെ വെച്ചിട്ടുണ്ടാവുക. അതേപോലെ ഡൂമിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഈ എക്സ്മെൻസിൻ്റെ യൂണിവേഴ്സ് തന്നെ ചിലപ്പോൾ നശിപ്പിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ പുള്ളിയുടെ എൻട്രി ഉണ്ടാവുക. കാരണം എക്സ്മെൻസിനെ തന്നെ ഇല്ലാതാക്കി. കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഡൂമിന് എന്ത് പവറാണുള്ളതെന്ന്. ചിലപ്പോൾ അങ്ങനെ എന്താണ് പുള്ളിയുടെ പവറെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ എക്സ്മെൻസുമായിട്ട് പുള്ളി ഫൈറ്റിന് പോകുന്നതും അവരെ നശിപ്പിക്കുന്നതും. അപ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ കൊല്ലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടെന്നും വരാം. എന്തായാലും നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു മാസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ ഇപ്പോൾ താനോസ് അത്രയും പവർഫുൾ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പവർഫുള്ളായിട്ടുള്ള തോറും ഹൾക്കൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നവരെ കാണിച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അത്രയും പവർഫുള്ളായിട്ടുള്ള ഹീറോസിനെ അടിക്കുന്ന ആ വില്ല എത്ര പവർഫുൾ ആണെന്ന് ഓഡിയൻസിന് കൺവേ ആവത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഡൂമിനെയും പോർട്രേ ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ അവഞ്ചേഴ്സിന് പകരം എക്സ്മെൻസിനെ നശിപ്പിക്കുന്ന പോലെ ഡൂമിന് എൻട്രി വെക്കാൻ പോകുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഈ ഇൻക്വേഷനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മുടെ ഈ അവഞ്ചേഴ്സിനെ പോലെ തന്നെ എക്സ്മെൻസും അവരുടെ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചർച്ചയൊക്കെ നടക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു സെറ്റ് പിക്ക് ലീക്കായാൽ നമ്മുടെ വോങ്ങും സൈക്ലോപ്സ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ ഒരു ഇമേജ് ലീക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, വോങ് എർത്ത് 616 ആണ്, സൈക്ലോപ്സ് എക്സ്മെൻ യൂണിവേഴ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതെന്ന്? ഇത് മിക്കവാറും നമ്മുടെ സൈക്ലോപ്സ് എർത്ത് 616ലേക്ക് വന്നതാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നമ്മുടെ വോങ് ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോയതാവാനാണ് ചാൻസ്. കാരണം ഇൻക്വേഷൻസ് നടക്കുകയാണെന്ന് ഓൾറെഡി ഇപ്പോൾ അറിയാം. നമ്മുടെ സോഴ്സസ് സുപ്രീമിന് എന്തായാലും അത് അറിയാതിരിക്കില്ലല്ലോ. അങ്ങനെ ചിലപ്പോൾ ഈ എക്സ്മെൻ യൂണിവേഴ്സ് നമ്മുടെ എർത്ത് 616ആയിട്ട് കൊളൈഡ് ചെയ്യാൻ വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ വോങ് അങ്ങോട്ട് പോയായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, വോങ് ജസ്റ്റ് ഒരു സോഴ്സർ സുപ്രീം അല്ലേ, പുള്ളി എങ്ങനെ മൾട്ടിവേഴ്സിൽ യൂണിവേഴ്സ് വിട്ട് യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യുന്നത്? ആക്ച്വലി നിങ്ങളും കാര്യം മറന്നെന്ന് തോന്നുന്നു, കാമ്പ്രാത്താജിൽ മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുതലുണ്ടായിരുന്നു. സോ അതിനെ യൂസ് ചെയ്തിട്ടായിരിക്കണം പുള്ളി ഇപ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് എത്തിയത്. ഇത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. ഇനി അതല്ല, വേറൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അതായത് ആ ഇൻക്വേഷൻ കാരണോ അല്ലെങ്കിൽ ഡോക്ടർ ഡൂം കാരണോ ആ എക്സ്മെൻ യൂണിവേഴ്സ് തന്നെ നശിച്ചതിന് ശേഷം എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞെങ്ങാനും നമ്മുടെ സൈക്ലോപ്സ് എർത്ത് 616 എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ വോങ്ങുമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം. ഇപ്പം നിങ്ങൾക്കുള്ള വേറൊരു ഡൗട്ടായിരിക്കും, അതായത് ഈ എക്സ്മെൻ യൂണിവേഴ്സ് ഏതായിരിക്കുന്നത്? ക്യാപ്റ്റൻ മാർവൽ 2 തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ മോണിക്ക റാംബോ വേറെ യൂണിവേഴ്സിൽ പോയി കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ബീസ്റ്റിനെ കാണിച്ചിട്ടുണ്ടാവും. ഐ മീൻ ബീസ്റ്റ് എക്സ്മെനിലെ ഒരാളാണ്. സോ ചിലപ്പോൾ ആ യൂണിവേഴ്സിലുള്ള എക്സ്മെൻസ് ആയിരിക്കാം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ എക്സ്മെൻസിൻ്റെ വേറെ വേരിയൻസ് ചിലപ്പോൾ നമ്മൾ ഫോക്സ് യൂണിവേഴ്സിൽ കണ്ടിരിക്കുന്ന ആ എക്സ്മെൻസ് ആവണമെന്നില്ല. കാരണം വൂൾവറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിനെയാണ് കണ്ടത്. പക്ഷേ അത് നമ്മുടെ ഫോക്സ് യൂണിവേഴ്സിലുള്ള ലോഗൻ, ഐ മീൻ വൂൾവറിനല്ല, വേറൊരു യൂണിവേഴ്സിലെ വൂൾവറിനാണ്. അതേപോലെ സെയിം ക്യാരക്ടേഴ്സിൻ്റെ തന്നെ, ഐ മീൻ സെയിം ആൾക്കാരുടെ തന്നെ വേറെ യൂണിവേഴ്സിലുള്ള വേരിയൻസ് ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് മാത്രമല്ല, ഒരു ഫേമസ് ഇൻസൈഡർ ആയിട്ടുള്ള മൈ ടൈം ടു ഷൈൻ ഹലോ ഒരു അപ്ഡേറ്റും കൂടി തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ എക്സ്മാൻഷൻ, ഐ മീൻ ചാൾസ് ക്സേവിയറിൻ്റെ ആ എക്സ്മാൻഷനിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ നമ്മുടെ അവഞ്ചേഴ്സും എക്സ്മെൻസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഇതെന്തായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഇൻസൈഡറാണ്. സോ അങ്ങനെ വെറുതെ ഒരു ലീക്കൊന്നും ആയിരിക്കില്ല ഇത്. ഇനി ഈ ഫൈറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻക്വേഷൻ ഇവൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സും നമ്മുടെ എർത്ത് 616ഉം തമ്മിൽ കൊളൈഡ് ആവുന്നുണ്ടാവും. ഈ ഇൻക്വേഷൻ ഇവൻറ്റിന് ഒരു യൂണിവേഴ്സിനെ രക്ഷിക്കണമെങ്കിൽ അതിലേതെങ്കിലും ഒരു എർത്തിനെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ നമ്മുടെ അവഞ്ചേഴ്സ് ആണെങ്കിലും എക്സ്മെൻസ് ആണെങ്കിലും അവരുടെ യൂണിവേഴ്സ് രക്ഷിക്കണം എന്നല്ലേ വിചാരിക്കുള്ളൂ. സോ അങ്ങനെ അവഞ്ചേഴ്സും എക്സ്മാൻസും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്ന പോലെ ലൈറ്റായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ കോമിക്കും ഇതിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, ദൈവത്തിനറിയാം. പിന്നെ നമ്മുടെ ഡൂമിൻ്റെ, ഐ മീൻ RDJ ഡോക്ടർ ഡൂമിൻ്റെ ഫസ്റ്റ് ലുക്ക് ലീക്കായിട്ടുണ്ട്. വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എടാ ഇത് RDJ നമ്മുടെ അയൺമാനുമായിട്ട് ബന്ധമില്ലല്ലോ എന്നൊക്കെയല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ആക്ച്വലി RDJയുടെ മുഖം ഉണ്ടെന്നേ ഉള്ളൂ. RDJ അല്ല ഡോക്ടർ ഡൂം, ഐ മീൻ നമ്മുടെ അയൺമാൻ ടോണി സ്റ്റാർക്ക് അല്ല ഡോക്ടർ ഡൂമായിട്ട് വരുന്നത്. ഡോക്ടർ ഡൂമായിട്ട് വരാൻ പോകുന്നത് വിക്ടർ വോങ് ഡൂം എന്ന് പറയുന്ന വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്.
ആ പുള്ളിക്ക് നമ്മുടെ RDJ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മുഖം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇതെന്താണ് അയൺമാൻ സൂട്ട് മോഡിഫൈ ചെയ്തിട്ട് ബാക്കിലൊരു കേപ്പിട്ട പോലെയല്ലേ തോന്നുന്നത്. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. നടുക്കുണ്ട് ഒരു ആർക്ക് റിയാക്ടർ ഉള്ള പോലെ. അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ റൂസോ ബ്രദേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ ഈ ഡോക്ടർ ഡൂമിൻ്റെ റൈസിനും നമ്മുടെ MCUവിലെ ടോണി സ്റ്റാർക്കിൻ്റെ ഡെത്തിനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ചിലപ്പോൾ നമ്മുടെ TV നിന്നായിരിക്കും ഡോക്ടർ ഡൂമി ഇങ്ങനെ എല്ലാം കോൺക്രീ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് തന്നെ. പുള്ളി എന്തെങ്കിലും കാരണത്തിനൊക്കെ അവിടെ എത്തി അവിടെ നിന്നായിരിക്കും നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ സാക്രിഫൈസ് ഒക്കെ കാണുന്നത്. ഇനിയും പോലെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലേ, മൾട്ടിവേഴ്സ് ഒക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി കോൺക്രീ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലാവരും ഇത് ഒറിജിനൽ ആണെന്ന് അങ്ങ് വിശ്വസിച്ചേക്കണ്ട. കാരണം ഒരുപാട് റിപ്പോർട്ടേഴ്സൊക്കെ ഇത് ഒരു പക്ഷേ AI ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന AI അല്ല, അത് ഒറിജിനൽ സെറ്റ്ഫിക്സ് തന്നെയാണ്. കാരണം ഇത് ഫേക്ക് ആയിരിക്കും ഞാൻ അങ്ങനെ അടിച്ച് പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു പടമാണ് ഡൂംസ്ഡേ. സോ അങ്ങനെയുള്ള ഡൂമിൻ്റെ ഫസ്റ്റ് ലുക്ക് തന്നെ ഇത്ര എളുപ്പത്തിൽ അങ്ങ് ലീക്കാവുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്താവുന്നൊക്കെ കണ്ടു തന്നെ അറിയാം.